എല്ലാവർക്കും ഭവൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മുട്ടക്കറി വെച്ചാലോ? വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന, എന്നാൽ നല്ല ഗ്രേവിക്ക് അത്യാവശ്യം തിക്നെസ് ഒക്കെയുള്ള അപ്പത്തിനും ചോറിനും മുട്ടയ്ക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ട് ചെയ്യേണ്ടത് മുട്ട റെഡിയാക്കി വെക്കുക എന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ മുട്ട റെഡിയാക്കി പുഴുങ്ങി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് റെഡിയായിട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ പുഴുങ്ങിക്കഴിഞ്ഞു, തോലൊക്കെ എടുത്തു കഴിഞ്ഞു. അതവിടെ തോലൊക്കെ കളഞ്ഞ് റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ തക്കാളിയും വളരെ ചെറുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം സവാള ഇട്ട് കൊടുത്തു നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഒരു അത്യാവശ്യം ഒന്ന് വഴന്ന ശേഷം അതിലേക്ക് നല്ലപോലെ പൊടിയായി നുറുക്കി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് നല്ലപോലെ രണ്ടും കൂടെ വഴറ്റി നല്ലപോലെ അത്യാവശ്യം വഴറ്റണം കേട്ടോ. അതായത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സ്മൂത്തായി കിട്ടണം. പിന്നെ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെയും വഴറ്റി കൊടുക്കുക. ശേഷം അതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ടേസ്റ്റിനായിട്ട് ഞാനിവിടെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം അതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടെ വഴറ്റിയിട്ട് ഒരു മിനിറ്റൊക്കെ പിടിക്കും കേട്ടോ, ഒന്ന് അത്യാവശ്യം ഒന്ന് സ്മൂത്തായിട്ട് വഴന്ന് വരണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് ഞാനിവിടെ മസാലയായിട്ട് ചേർക്കുന്നത് മുളക് പൊടി ഞാനിവിടെ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത ശേഷം അത് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി ആ പൊടിയിലെ പച്ചമണമൊക്കെ ഒന്ന് മാറി പിന്നെ അതിലേക്ക് നമ്മുടെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനിയും ഒന്നും കൂടെ നല്ലവണ്ണം അത് ആ മസാലയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് പിടിച്ച് നല്ലപോലെ ഒരു കളറൊക്കെ വരും കേട്ടോ. അങ്ങനെ വരുന്ന സമയത്തേക്ക് നമ്മുടെ മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് നമ്മുടെ മസാല അതെല്ലാം ഒന്ന് അതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മിക്സായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ച് അതിനെ നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വിടണം. അടച്ച് വേണമെങ്കിൽ അടച്ച് വയ്ക്കാം, അടച്ച് വെച്ചില്ലെങ്കിലും പെട്ടെന്ന് തന്നെ തിളയ്ക്കും. അപ്പോൾ അടച്ച് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് തിളച്ച് കിട്ടും. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അത്യാവശ്യം നല്ലപോലെ തന്നെ മസാലയെല്ലാം ഉപ്പും എരിവും എല്ലാം അവിടെ എല്ലായിടത്തും എത്തണം. അപ്പോൾ അതുപോലെ നല്ലപോലെ ഒന്ന് തിളച്ച് മറിഞ്ഞ ശേഷം ആ ഒരു സമയത്തേക്കാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട. അത് ഞാനിവിടെ ഒരു മുട്ട അതിൻ്റെ തൊലി കളഞ്ഞ ശേഷം അതിനെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, സൈഡിൽ കൂടെ ഒരു 3-4-5 വരെ മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ ആ വരഞ്ഞ മുട്ടയായിട്ട് ഇടുന്നു. അപ്പോൾ ഇനി അതിനകത്തേക്ക് കുറച്ചും കൂടെ ഒരു മസാല പിടിക്കുകയും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രസത്തിനിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് കുറുകിയ ശേഷം നമുക്ക് എടുക്കാം, ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്നൊരു മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങളിനി മുട്ടക്കറി വെക്കുമ്പോൾ ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഞാനിവിടെ സവാള വളരെ പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മുടെ കറിക്ക് ഒരു തിക്നെസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.